നമസ്കാരം. വ്ളാദിമിർ സെലൻസ്കി, യുക്രൈൻ പ്രസിഡന്റ്. റഷ്യ യുക്രൈനു നേരെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയും ഒരു ഘട്ടത്തിൽ ലോകത്തിന്റെ ആകെ പിന്തുണയും ലഭിച്ചിരുന്ന പ്രസിഡന്റ്. എന്നാൽ കുളങ്കലയ്ക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയതോടെ കാര്യങ്ങൾ മൂപ്പർക്ക് കൈവിട്ടു പോവുകയാണ്. ഒടുക്കം ഇറാന് നേരെ കൂടി ആക്രമണം നടത്തിയതോടെ നിൽക്കക്കള്ളിയില്ലാതായി. പുറത്തു മാത്രമല്ല, ഇപ്പോൾ സ്വന്തം നാട്ടിൽ പോലും സെലൻസ്കിക്കെതിരെ ജനം തിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വിശദമായി നോക്കാം. യുദ്ധം നടക്കുന്നതുകൊണ്ട് മാത്രം പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിപ്പോരുന്ന യുക്രൈൻ പ്രസിഡന്റാണ് സെലൻസ്കി. ഇപ്പോൾ അധികാരം നിലനിർത്താനായി റഷ്യൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ കൂടി മൂപ്പർ ആഗ്രഹിക്കുകയും സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പുതിയൊരു യുദ്ധത്തിൽ കൂടി പങ്കാളിയാകാൻ ശ്രമിച്ച് അതിൽ ഇറാനെതിരെ, അമേരിക്കക്കും ഇസ്രായേലിനും ശേഷം ഇറാനെതിരെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് മറ്റൊരു യുദ്ധം കൂടി സ്വന്തം രാജ്യത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുത്തി തീർക്കാൻ ശ്രമിച്ച് തൻ്റെ ഭരണകൂടത്തിൻ്റെ അധികാര സ്ഥാനം നിലനിർത്താൻ കുടില തന്ത്രം നടത്തി എന്നുള്ള ആരോപണവും കൂടി അദ്ദേഹത്തിനെതിരെ വരുന്നു. സെലൻസ്കി നേരിടുന്നത് പുറത്തുനിന്നുള്ള സൈനിക സമ്മർദ്ദം മാത്രമല്ല. ഇപ്പോൾ യുക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അസാധാരണമായ വിള്ളലുകൾ രൂപപ്പെടുകയാണ്. സെലൻസ്കി ഒറ്റപ്പെടുകയാണ്. യുദ്ധകാലത്ത് സെലൻസ്കിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്ന മുൻ പ്രതിരോധ മന്ത്രി മൈഖലോ ഫെഡറോവ് തന്നെ ഇപ്പോൾ സർക്കാരിനെതിരെ തുറന്ന വിമർശനവും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. സെലൻസ്കി അദ്ദേഹത്തെ പിന്നീട് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്താകെ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് സെലൻസ്കിക്ക് നേരെ വലിയ പ്രതിരോധം രൂപപ്പെടുന്നു. ഓഗസ്റ്റ് 18 പുറത്തുവിട്ട 9 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ ഫെഡറോവ് യുക്രൈൻ ഭരണ സംവിധാനം വ്യവസ്ഥാപരമായ പ്രതിസന്ധി നേരിടുകയാണ് എന്ന് വെളിപ്പെടുത്തി. അഴിമതി, ഭരണത്തിലെ സുതാര്യതയില്ലായ്മ, കഴിവിനേക്കാൾ രാഷ്ട്രീയ വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം നൽകുന്ന നിയമനങ്ങൾ എന്നിവയെ വിമർശിച്ച അദ്ദേഹം യുദ്ധത്തിനിടയിലും ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിയമപരമായ വഴി കണ്ടെത്തണം എന്നും ആവശ്യപ്പെട്ടു. അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന്. ഇതൊരു മുൻ മന്ത്രിയുടെ സാധാരണ വിമർശനം മാത്രമല്ല. കാരണം ഫെഡറോവ് ഇന്നലെ വരെ സെലൻസ്കിയുടെ ഭരണകൂടത്തിന്റെ പ്രധാന നേതൃനിരയിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി ഉണ്ടായിരുന്ന ആളാണ്. പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന് മാത്രമല്ല, ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കുതിച്ചുയരുകയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട് അദ്ദേഹം വലിയ സമ്മർദ്ദ ശക്തിയായി സെലൻസ്കിക്കെതിരെ അദ്ദേഹത്തിൻ്റെ നിലപാട്, സെലൻസ്കിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. നമുക്ക് വിശദമായി നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം യുക്രൈനിലെ ഈ ഭരണപരമായ പ്രതിസന്ധിയാണ് വിശദീകരിക്കേണ്ടത്. ഫെഡറോവിൻ്റെ ആരോപണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഭരണപ്രതിസന്ധി എന്നത് തന്നെയാണ്. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം സെലൻസ്കി സ്വന്തം അധികാരം നിലനിർത്തുന്നതിന്, സംരക്ഷിക്കുന്നതിന് ഒക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് മൂപ്പര് പറയുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി യുദ്ധം തുടരാനുള്ള യുക്രൈൻ്റെ ശേഷിയെ തന്നെ ബാധിക്കുന്നുണ്ട്. യുദ്ധത്തിനിടയിലും ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. യുക്രൈനിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമപരമായ തടസ്സമുണ്ട്. 2022 ഫെബ്രുവരി 24 റഷ്യയുടെ സമ്പൂർണ്ണ ആക്രമണം ആരംഭിച്ചതു മുതൽ രാജ്യത്ത് സൈനിക നിയമമാണ്. പിന്നീട് യുക്രൈൻ യുദ്ധശേഷി ശക്തമാക്കുകയും അവർ തിരിച്ചടിക്കുകയും അക്ഷരാർത്ഥത്തിൽ റഷ്യയെ തന്നെ വിറപ്പിക്കുകയും ചെയ്ത സാഹചര്യം വരെ ഉണ്ടായി. ജൂലൈയിൽ പാർലമെന്റ് സൈനിക നിയമം വീണ്ടും 90 ദിവസത്തേക്ക് നീട്ടി 2026 ഒക്ടോബർ 31 വരെ തുടരാൻ തീരുമാനിച്ചു. സൈനിക നിയമം നിലനിൽക്കുന്ന സമയത്ത് ദേശീയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിയമം വിലക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെലൻസ്കിയുടെ പ്രസിഡന്റ് പദവിയുടെ കാലാവധി 2024 മെയ് മാസത്തിൽ സാധാരണ ഭരണക്രമത്തിൽ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ യുദ്ധ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി നീണ്ടുപോവുകയാണ്. സൈനിക നിയമം തുടരുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ അധികാരം തുടരുന്നു എന്നുള്ളത്. റഷ്യ ഇതിനെ പല ഘട്ടത്തിലും രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോഴും യുക്രൈനും അതിൻ്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും സെലൻസ്കിയുടെ അധികാര തുടർച്ചയെ നിയമപരമായ യുദ്ധ കാലക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ പ്രശ്നം റഷ്യയുടേത് മാത്രമല്ല. റഷ്യ പറഞ്ഞത് ശരിയായി വരികയും ചെയ്യുന്നു. സെലൻസ്കിക്ക് അധികാര ഭ്രാന്താണ്. അദ്ദേഹം അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത്. റഷ്യ യുദ്ധത്തിലേക്ക് വന്നത് സെലൻസ്കിയുടെയും യുക്രൈൻ ഭരണ നേതൃത്വത്തിൻ്റെയും പ്രത്യേക നിലപാട് കൊണ്ട് കൂടിയാണ് എന്നുള്ള നിലപാടാണ് വ്ളാദിമിർ പുടിനും റഷ്യയും സ്വീകരിച്ചിരുന്നത്. സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം യുദ്ധത്തിലേക്ക് തങ്ങളെ വലിച്ചിഴക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവരുടെ രാജ്യത്തിൻ്റെ, അതായത് റഷ്യയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കും വിധത്തിൽ ചില നീക്കങ്ങൾ സെലൻസ്കി നടത്തി. അത് നാറ്റോ അംഗത്വം, ഒപ്പം പല വിധത്തിലുള്ള സൈനിക വിന്യാസമടക്കം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് വന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യത്തെ തള്ളിക്കളയുന്ന വിധത്തിൽ പുതിയ നിബന്ധനകൾ
വെക്കുന്നു. അതിനൊക്കെ കാരണം ഈ ഭരണകൂടം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് പദവി നിലനിർത്താനെന്നാണ് റഷ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ റഷ്യയുടേത് കേവലം ശത്രുവിൻ്റെ ആക്ഷേപമായിട്ടാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ സെലൻസ്കിയുടെ നിലപാടുകൾ ആഭ്യന്തരമായി യുക്രൈനിൽ തന്നെ ഉയരുന്ന പ്രതിഷേധങ്ങളൊക്കെ റഷ്യ പറഞ്ഞത് ശരിയാണ് എന്നിടത്തേക്ക് എത്തിക്കുകയാണ്. സെലൻസ്കിയുടെ മുൻ വിശ്വസ്തൻ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുന്ന അസാധാരണ കാഴ്ച. ഫെഡറോവിനെ പുറത്താക്കിയതോടെ പൊട്ടിത്തെറിച്ച പ്രശ്നം ഫെഡറോവ് സാധാരണ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം മന്ത്രിയായിരുന്ന, വിശ്വസ്തനായിരുന്ന, ഭരണ സംവിധാനത്തെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലും യുദ്ധരംഗത്ത് ഡ്രോൺ സാങ്കേതിക വിദ്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ്. ഫെഡറോവിൻ്റെ പുറത്താക്കൽ അതുകൊണ്ട് തന്നെ യുക്രൈനിൽ വലിയ ജനകീയ പ്രതിഷേധത്തിനും കാരണമായി. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. ജൂലൈ 20-21 തീയതികളിൽ നടത്തിയ ഒരു റേറ്റിംഗ് ഗ്രൂപ്പ് സർവേയിൽ ഫെഡറോവിൻ്റെ ജനപ്രീതി 35% നിന്ന് 65% ഉയർന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് സെലൻസ്കിയുടേതിനേക്കാൾ കൂടുതലും ആയിരുന്നു. അതായത് സെലൻസ്കി പുറത്താക്കിയ ഒരാൾ ഇപ്പോൾ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വ്യക്തിത്വമായി മാറി. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ഇറാനെതിരായ കടന്നുകയറ്റം. ഇവിടെ സെലൻസ്കിയുടെ വിദേശ നയത്തിലെ മറ്റൊരു നിർണായക പാളിച്ച സംഭവിച്ചു. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിന് അതിൻ്റെ തുടർച്ചയായിട്ട് സെലൻസ്കി ഇറാനെതിരായ നിലപാടിൽ ശക്തമായി പ്രതികരിച്ചു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായി നിലപാടെടുത്തു. ഇറാൻ റഷ്യക്ക് നൽകിയ ഷഹീദ് ഡ്രോണുകളാണ് യുക്രൈൻ നഗരങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെട്ടതെന്ന് സെലൻസ്കി നിരന്തരം ആരോപിച്ചു. അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരം യുക്രൈൻ സഹായം നൽകുമെന്ന് സെലൻസ്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ഗൾഫ് മേഖലയിലേക്ക് യുക്രൈൻ സൈനിക വിദഗ്ധരെ വരെ അയച്ചു. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട നീക്കം ഉണ്ടായതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ആവേശം മൂത്ത് ജൂലൈ 25 കാസ്പിയൻ കടലിൽ ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക ചരക്ക് നീക്കത്തിൽ ഏർപ്പെട്ടിരുന്ന കപ്പലുകൾക്കെതിരെ യുക്രൈൻ നേരിട്ട് ദീർഘദൂര ആക്രമണം നടത്തി. ഇതോടെ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന മൂന്നാമത്തെ രാജ്യമായി അവർ മാറി. ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ പറഞ്ഞു. യുക്രൈൻ സേന സൈനിക ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട കപ്പലുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് സെലൻസ്കി വിശദീകരിച്ചു. ഇറാൻ അതിനെ ആക്രമണവും പ്രകോപനവും എന്ന് പറഞ്ഞു. യുക്രൈൻ പ്രതിനിധിയെ ടെഹ്റാൻ വിളിച്ചു വരുത്തി ശാസിച്ചു. മാത്രമല്ല, അനിവാര്യമായ സമയത്ത് തിരിച്ചടിക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി. കൗതുകകരമായത്, ഇറാനെതിരായി സെലൻസ്കിയും യുക്രൈനും നേരിട്ടൊരു ആക്രമണം നടത്തിയിട്ട് ഇറാൻ തിരിച്ച് യുക്രൈനെ മുള്ളുമ നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് മുന്നറിയിപ്പ് നടത്തിയിട്ട് യുക്രൈൻ ഒരു പിന്തുണയും കിട്ടിയില്ല എന്നുള്ളതാണ്. US-ഉം ഇസ്രായേലും പരസ്യമായി യുക്രൈനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നില്ല. മാത്രമല്ല, തിരിച്ചെന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിച്ചോ എന്ന ഭാവം അവർ കണ്ട മട്ട് നടിച്ചുമില്ല ആ ഭാവത്തിൽ. ഇത് സെലൻസ്കിയെ ഞെട്ടിച്ചു. അതിന് പിന്നാലെ ജൂലൈ 28 യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി സംസാരിച്ചു. ആക്രമണം ആസൂത്രിതമല്ല ഇരുന്നു എന്ന് വിശദീകരിച്ചു. യുക്രൈൻ സംഘർഷം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുകയും ചെയ്തു. മാപ്പ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പറ്റിപ്പോയി, മനഃപൂർവ്വമല്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞ മട്ടിൽ. അതോടെ ഇറാൻ ആ കാര്യം വിട്ടു. അതായത് വ്യക്തമായ പദ്ധതികളോ ഗുണപരമായ ഉദ്ദേശങ്ങളോ അല്ല സെലൻസ്കിയുടെ സൈന്യത്തെ നയിച്ചത്. യുദ്ധം വഴി യുക്രൈനിൽ രാജ്യത്തെ തൻ്റെ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്താൻ ഇറാൻ യുദ്ധത്തെയും ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ആരായുന്ന മട്ടിൽ അതിനെ എതിരാളികൾ വ്യാഖ്യാനിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ റഷ്യക്ക് നേരെ യുക്രൈൻ ആക്രമണം കനപ്പിച്ചു. ഇനി നാലാമത്തേത് ട്രംപിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നേരത്തെ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള മട്ടിൽ അദ്ദേഹം ചില ചർച്ചകളൊക്കെ നടത്തി. എന്നാൽ ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾക്ക് സെലൻസ്കി വഴങ്ങിയിരുന്നില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് പരസ്യമായി സെലൻസ്കിയെ അദ്ദേഹം ദേഷ്യത്തിൽ പെരുമാറുകയും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ടൊരു ഘട്ടത്തിൽ മാനസികമായി അടുക്കുന്നു, ചില സഹായങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോഴും ട്രംപ് പുടിനുമായും സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയിൽ, സമാധാന ചർച്ചയിൽ റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അതിൻ്റെ അതൃപ്തി ട്രംപിനുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മറ്റൊരു കാര്യവും. അഞ്ചാമത്തേത്, യുക്രൈൻ ജനത യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതായത് യുക്രൈൻ സമൂഹം യുദ്ധം എന്നേക്കുമായി തുടരട്ടെ എന്ന നിലപാടിലല്ല, പക്ഷേ റഷ്യക്ക് സുരക്ഷാ ഉറപ്പുകളില്ലാതെ പ്രദേശം വിട്ടുകൊടുക്കുന്ന സമാധാനവും, അതായത് റഷ്യ ഇപ്പോൾ കുറേ സ്ഥലം കീഴടക്കിയിട്ടുണ്ടല്ലോ, അതിൽ ചിലത് വേണം എന്നുള്ള ഉറച്ച നിലപാടിലാണ് റഷ്യ ഉള്ളത്. അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഉള്ള സമാധാനം അംഗീകരിക്കാനും അവർ തയ്യാറല്ല. പക്ഷേ സെലൻസ്കിക്ക് ഇതൊന്നുമില്ലാതെ, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതുമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ നിന്ന് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദവുമുണ്ട്. ഇതിൻ്റെ മുന്നോട്ട്
മുന്നോട്ട് പോക്കാണ് അദ്ദേഹത്തിന് മുന്നിൽ പ്രതിസന്ധി. യുക്രൈൻ ജനതയിൽ ഈ അതൃപ്തി പുകയുന്നതിനിടെയാണ് ഫെഡറോവ് പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പുതിയ നീക്കത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാണ്. ജൂലൈയിൽ സ്ഥാനത്തുനിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം സെലൻസ്കിക്ക് ബദലായി ഉയർന്നു വന്നു. അഴിമതി ആരോപണം കടുത്തു. ഓഗസ്റ്റ് 19 യുക്രൈൻ്റെ നാഷണൽ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ, സ്പെഷ്യലൈസ്ഡ് ആൻറ്റി കറപ്ഷൻ പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ് എന്നിവ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന ഒരു ക്രിമിനൽ സംഘത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ഓഫീസിലെ ഡെപ്യൂട്ടി മേധാവി ഇറിന മുദ്രയുടെ വസതിയിൽ പരിശോധന നടത്തി. അതേസമയം തന്നെ സെലൻസ്കി മുദ്രയെ സ്ഥാനത്ത് നിന്ന് നീക്കി. ഇതിന് രാഷ്ട്രീയമായ പ്രാധാന്യം വലുതാണ്. ഫെഡറോവ് ഭരണകൂടത്തിലെ അഴിമതിയും അധികാര കേന്ദ്രീകരണവും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പ്രസിഡന്റിന്റെ ഓഫീസിനെ ചുറ്റിപ്പറ്റി അഴിമതി അന്വേഷണങ്ങൾ ശക്തമാകുന്നത്. സെലൻസ്കിയെ സംബന്ധിച്ച് ഏറ്റവും വിശ്വസ്തരായ ആളുകളൊക്കെ അഴിമതിയുമായി ബന്ധപ്പെടുന്നു, ക്രമക്കേടുകളുമായി ബന്ധപ്പെടുന്നു, ഭരണകൂടത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെ നാനാമുഖ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ സെലൻസ്കിക്ക് മുന്നിൽ ഒരൊറ്റ മാർഗം യുദ്ധമാണ്. സെലൻസ്കിക്ക് ജനങ്ങളുടെ മുന്നിൽ പഴയ പ്രതാപം തിരിച്ചുപിടിക്കുക സാധ്യമല്ല. യുദ്ധത്തിൽ അദ്ദേഹത്തിന് മേലുള്ള വിശ്വാസ്യത ജനത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ള സൂചനകൾ സർവേകളിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് സെലൻസ്കി പഴയതുപോലെ ഉറച്ച കസേരയിലല്ല ഇരിക്കുന്നത്. ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണ ആഭ്യന്തരമായും ഭൗമരാഷ്ട്രീയത്തിലും ചുരുങ്ങി. ഫെഡറോവിൻ്റെ അടുത്ത നീക്കം, ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങൾ, റഷ്യയുമായുള്ള ചർച്ചകൾ, അഴിമതി അന്വേഷണങ്ങളുടെ വ്യാപ്തി ഇവ ഭാവി നിർണ്ണയിക്കും. യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം റഷ്യ യുക്രൈൻ മുന്നണിയിൽ മാത്രമല്ല, കീവിലെ അധികാര ഇടനാഴികളിലും നടക്കുന്നു എന്നർത്ഥം. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.